ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്നിവിടെ ഇതേ വാങ്ങിച്ച കുറച്ച് മല്ലിയില എടുത്ത് വെള്ളത്തിലോട്ട് ഇടുക. പിന്നെ ഒരു തക്കാളിയും കൂടെ ഇട്ടിട്ടുണ്ട്. വിഷമൊക്കെ പോകാനായിട്ട് ഇച്ചിരി വിനീഗറും കൂടെ ഒഴിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് ഇട്ടിട്ട് കഴുകിയെടുക്കാമെന്ന് ഓർത്തു. ആ സമയം കൊണ്ട് ഒരു പകുതി സബോള എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ് ഒരു 1.5 എണ്ണം എടുത്തിട്ടുണ്ട്. പക്ഷേ അത്രയും വേണ്ടി വരില്ല. ഞാൻ എടുത്തു വന്നപ്പോഴത്തേന് ഇച്ചിരി കൂടിപ്പോയി. അതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുത്തുള്ളൂ. പിന്നെ 1.5 ഇട്ട് കഴിഞ്ഞാൽ ആര് കഴിക്കാനതിന് മാത്രം. അപ്പം എന്തായാലും സബോളയും ക്യാരറ്റും കൂടെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുക്കണം. വേണമെങ്കിൽ നമ്മുടെ ചോപ്പറിലിട്ടൊന്ന് കറക്കി എടുത്താലും മതി. അപ്പോൾ ഞാനിനി ചോപ്പർ എടുക്കുന്നില്ല. ഏതായാലും കട്ടിംഗ് ബോർഡ് ഇവിടെ ഇരിപ്പുണ്ടല്ലോ, ഒന്ന് അരിഞ്ഞെടുക്കുക. അതിനകത്ത് ചെറുതായിട്ട് നുറുക്കിയെടുക്കുക. അപ്പം എന്താ ഒരു ക്യാരറ്റ് എടുത്തപ്പോൾ തന്നെ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ ഇനി ഒരെണ്ണം കൂടെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കൂടിപ്പോകും. അതുകൊണ്ട് ഞാനിപ്പോൾ 2 ബൗൾ ഉദ്ദേശിക്കുന്ന ഉണ്ടാക്കാൻ. ബൗളല്ല ഉണ്ടാക്കാൻ പോകുന്ന സാധനം നമ്മുടെ നോർത്ത് ഇന്ത്യക്കാർ പച്ചടി കിച്ചടി എന്നൊക്കെ പറയും. കിച്ചടി നമ്മുടെ കിച്ചടിയായിട്ട് യാതൊരു ബന്ധവുമില്ല, പക്ഷേ ഇതിൻ്റെ പേര് കിച്ചടി എന്നാണ്. അപ്പോൾ കുക്കറിനകത്തോട്ട് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മുടെ പശുവിൻ നെയ്യ് തന്നെ ഉപയോഗിക്കുക. അതല്ലെങ്കിൽ ബട്ടർ ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഇതൊന്നും തടിയൊന്നും വെക്കത്തില്ല, ഹെൽത്തി ഫാറ്റാണ്. അപ്പം ഇതാ നമ്മുടെ ചെറിയ ജീരകം, അതാ ഇച്ചിരി ഒരു നുള്ളിട്ട് കൊടുക്കുന്നുണ്ട്. ചിലർക്കൊന്നും ചെറിയ ജീരകം എന്ന് പറഞ്ഞാൽ അറിയത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് കാണിച്ചത്. അപ്പം 2 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മളിത് സാധാരണ പരിപ്പൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ ഇച്ചിരി പയറാണ് എടുക്കുന്നത്. പരിപ്പ് എടുത്താലും മതി. ചെറുപയർ തന്നെ കുതിർത്തി ഇച്ചിരി ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അതും കൊണ്ട് ഉണ്ടാക്കാമെന്ന് ഓർത്തു. അപ്പോൾ അതിന് മുന്നേ സബോള ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പച്ചക്കറി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ക്യാരറ്റും. അപ്പം നോർത്ത് ഇന്ത്യക്കാരുടെ റെസിപ്പി ആയതുകൊണ്ട് നമ്മൾ ചെറിയ ജീരകവും മല്ലിയിലയും ഒക്കെ ചേർക്കുന്നത്. അപ്പോൾ മല്ലിയിലയുടെ ടേസ്റ്റ് മലയാളികൾക്ക് ചിലവർക്കൊന്നും അത്ര ഇഷ്ടമില്ല. അങ്ങനെയുള്ളവർ ഇടണ്ട. അല്ലാത്തവരാണെങ്കിൽ ഞാനിപ്പോൾ ഇച്ചിരി കൂടുതലിടും, എനിക്ക് വലിയ കുഴപ്പമില്ല. പിന്നെ ഞാൻ ഓർക്കും ലീഫി വെജിറ്റബിൾ ആയതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് ഫൈബറും ഒക്കെ കിട്ടും, നല്ലതല്ലേ എന്ന് ഓർത്ത് ഇച്ചിരി കൂടുതലിടുന്നത്. ഇഷ്ടമില്ലെങ്കിൽ ഒരിച്ചിരി ഇട്ടാലും മതി, അല്ലെങ്കിൽ ഇടാതിരിക്കുക ഇഷ്ടമില്ലെങ്കിൽ. പക്ഷേ നമ്മൾ ഇഷ്ടം നോക്കിയല്ല ഡയറ്റ് ചെയ്യുന്നത്. നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മൾ കഴിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ ചിന്തിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ചേർക്കുക. അപ്പം ലാസ്റ്റിലായിട്ട് നമ്മൾ തക്കാളിയും കൂടെ ചെറുതായിട്ടൊന്ന് നുറുക്കിയിടുക. കാര്യം ഉള്ളുഭാഗം നമ്മുടെ തക്കാളി ചളുക്കോ പുളുക്കോ എന്നിരുന്നാലും പുറം ഭാഗത്തെ ആ തൊലിക്ക് നല്ല കട്ടിയാണ്. അപ്പം കത്തിക്ക് ഇച്ചിരി മൂർച്ചക്കുറവുണ്ട്, അതൊന്ന് മൂർച്ച കൂട്ടി എടുക്കേണ്ടതായിരുന്നു. അത് കാരണം ആ ഉള്ളിലെ ഭാഗം എല്ലാം കൂടെ അളിഞ്ഞ് പുറത്തോട്ടങ്ങ് ചാടി. കുഴപ്പമില്ല, നമ്മൾ കുക്കറിലിട്ട് അടിക്കുമ്പോൾ എന്തായാലും വെന്തളിയും. അപ്പോൾ ഇതുണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ നല്ലത് ചെറുപയർ പരിപ്പാണ്, നമ്മുടെ മൂങ് ദാൽ എന്ന് പറയത്തില്ലേ. അപ്പോൾ ഞാനാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഇച്ചിരി ചെറുപയർ വേവിക്കാൻ വേണ്ടി കുതിർത്തിയിരിപ്പുണ്ട്. അപ്പോൾ പിന്നെ അതിട്ടങ്ങ് വെക്കാമെന്ന് ഓർത്ത് അതാണ് ഇടുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള പ്രോട്ടീനും ആയിക്കോളും. അപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് ഓട്സ് കിച്ചടിയാണ്. ഓട്സ് കിച്ചടി എന്ന് പറഞ്ഞാലും പേരിലേ ഉള്ളൂ. ഓട്സ് 2 സ്പൂണേ നമ്മൾ ചേർക്കുന്നുള്ളൂ. ബാക്കി മൊത്തം നമ്മുടെ പൾസസോ അല്ലെങ്കിൽ വെജിറ്റബിൾസൊക്കെയാണ് കൂടുതൽ ചേർക്കുന്നത്. അപ്പം ഓട്സ് നമ്മളൊന്ന് കഴുകിയിട്ടാണ് ഇടുന്നത്. കാരണം ഓട്സിനകത്ത് ഫൈറ്റിക് ആസിഡ് ഉണ്ട്. അപ്പോൾ ഫൈറ്റിക് ആസിഡ് ഉണ്ടായാൽ നമ്മൾ ഈ പയറിനകത്തുനിന്നും പച്ചക്കറിക്കകത്തുനിന്നും ഒക്കെ കിട്ടുന്ന ന്യൂട്രീഷ്യൻസ് നമ്മുടെ ബോഡിയിലോട്ട് വരാതിരിക്കാൻ ഈ ഫൈറ്റിക് ആസിഡ് ഒരു സമരം നടത്തും. അപ്പോൾ നമ്മൾ സമരം നടത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഓട്സ് ഒന്ന് കഴുകിയിട്ടായിട്ട് കൊടുക്കുന്നത്. അപ്പം കുക്കറിനകത്തോട്ട് ഹെൽത്തി ഫാറ്റും കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റും ഫൈബറും പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും എല്ലാം ഇട്ട് കൊടുത്തു. അപ്പം വെള്ളത്തിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഓട്സ് ഇച്ചിരി കുറുകി വരുന്ന ഒരു സാധനമാണ്, പയറും ഇച്ചിരി കുറുകി വരും. അപ്പോൾ അതുകൊണ്ട് ഒപ്പത്തിനൊപ്പം വെള്ളം വെക്കുക. ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല. എന്തായാലും ഇത് ആറി കഴിയുമ്പോഴത്തേനും നല്ല സെറ്റായി വരും. ഇപ്പോൾ 5-6 വിസിലൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും ആവിയൊക്കെ പോയി കഴിഞ്ഞ് തുറന്ന് നോക്കുക. തുറന്ന് നോക്കുമ്പോൾ കുറച്ചൊന്ന് കുറുകിയ പരുവത്തിലായിരിക്കും ഇരിക്കുന്നത്. ഇങ്ങനെ വേണമെങ്കിൽ ചൂടോട് കഴിക്കാം, ചൂടോടെ കഴിക്കേണ്ടവർക്ക്. അപ്പം ഞാനാണെങ്കിൽ ഇത് ഇച്ചിരി നേരം അവിടെ വെക്കും, എന്നിട്ടൊന്ന് കുറുകി അതിങ്ങനെ ഒന്ന് സെറ്റായി വരുമ്പോഴാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ ഇത് 2 പ്രാവശ്യം കഴിക്കാനുണ്ട്, 2 നേരം കഴിക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹാഫ് മതി, അത്യാവശ്യം നല്ലപോലെ വയറ് നിറയും. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് ഞാൻ പറയാം. അതായത് ഉള്ളത് പറയാമല്ലോ, വലിയ ടേസ്റ്റൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നമുക്ക് കഴിക്കാവുന്ന. എന്തൊക്കെ ഇതിനകത്ത് ചേർത്തേക്കുന്നതെന്ന് ഓർക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാവും. പയറിൻ്റെ ടേസ്റ്റ്, ഓട്സിൻ്റെ ടേസ്റ്റ്, വെജിറ്റബിൾസിൻ്റെ ടേസ്റ്റ്, പിന്നെ പൊടി ഒരു ശകലമൊക്കെ ചേർത്തിട്ടുള്ളൂ. എന്നും പറഞ്ഞ് തീരെ ടേസ്റ്റ് ഇല്ലെന്നല്ല, അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ട്. നമ്മുടെ അയ്യേ എനിക്ക് തീരെ വായി വെക്കാൻ വയ്യേ അങ്ങനെയൊന്നും പറയുന്ന അത്ര ടേസ്റ്റ് കുറവൊന്നുമില്ല. അത്യാവശ്യം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പം ആറിയപ്പോൾ കണ്ടില്ലേ, കുറുകി വന്നിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ നമുക്കിത് ഉപയോഗിക്കാം. ഓട്സ് കിച്ചടി. ഓക്കെ, ബൈ.